Xin Chao from Hanoi. Culturally and architecture-wise, ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരുപാട് ടെമ്പിൾസും പഗോദാസും ഉള്ള ഒരു സ്ഥലമാണ് ഹാനോയ്. ഹാനോയുടെ ഇൻ ആൻഡ് അറൗണ്ട് നമ്പർ ഓഫ് ടെമ്പിൾസ് ആൻഡ് പഗോദാസ് ഉണ്ട്. അതിൽ ഞാൻ അവിടെ കണ്ടതിൽ എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയി തോന്നിയ കുറച്ച് ടെമ്പിൾസിനെ പറ്റിയുള്ള വീഡിയോ ആണിത്. ഹാനോയിൽ പല ടൈപ്സ് ഓഫ് ടെമ്പിൾസ് ഉണ്ട്. ബുദ്ധിസ്റ്റ് ടെമ്പിൾസ് ഉണ്ട്, കൺഫ്യൂഷ്യൻ ടെമ്പിൾ ഉണ്ട്, ടാവോയിസ്റ്റ് ടെമ്പിൾ ഉണ്ട്, അതുപോലെ തന്നെ ഡിഫറെൻറ്റ് റീജിയണൽ ആൻഡ് എത്നിക് ടെമ്പിൾസും ഉണ്ട്. ഇതാണ് ഹാനോയിലെ ഓൾഡസ്റ്റ് ബുദ്ധിസ്റ്റ് പഗോദ ആൻഡ് ഇറ്റ് വാസ് ബിൽറ്റ് അറൗണ്ട് 1500 years ago. ഈ പഗോദ ഇരിക്കുന്നത് വെസ്റ്റ് ലേക്കിൻ്റെ ഉള്ളിൽ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു കൊച്ചു ഐലൻഡ് പോലെയാണ്. ഇതാണ് അവിടുത്തെ സ്തൂപ്പ. ഓൾമോസ്റ്റ് 15 meters ഹൈറ്റ് ഉണ്ട് ഈ സ്തൂപ്പയ്ക്ക്. അതുപോലെ തന്നെ 11 ഫ്ലോർസും ഉണ്ട്. എല്ലാ ഫ്ലോർസിലും 6 ഡയറക്ഷനിലേക്കും ബുദ്ധയുടെ സ്റ്റാച്യൂസും വെച്ചിട്ടുണ്ട്. അതായത് ബുദ്ധിസത്തിൽ 6 ഡയറക്ഷൻ എന്ന് അവർ പറയുമ്പം നോർത്ത്, സൗത്ത്, ഈസ്റ്റ്, വെസ്റ്റ്, അപ്പ് ആൻഡ് ഡൗൺ. ഈ ടെമ്പിളിൻ്റെ ഉള്ളിലുള്ളൊരു ബോധി ട്രീ ആണിത്. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ഇന്ത്യൻ പ്രസിഡൻ്റ് ആയിരുന്ന സമയത്ത് ഹാനോയ് വിസിറ്റ് ചെയ്തപ്പം അവർക്ക് ഗിഫ്റ്റ് ചെയ്ത ഒരു ട്രീ ആയത്. ഇത് പറയുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബുദ്ധ മെഡിറ്റേറ്റ് ചെയ്യാനും എൻലൈറ്റ്മെൻറ്റ് അച്ചീവ് ചെയ്യാനൊക്കെ ഇരുന്ന ഒറിജിനൽ ബോധി ട്രീയുടെ ബ്രാഞ്ചിൽ നിന്ന് വളർത്തിയെടുത്ത ഒരു ട്രീ ആണിത്. അതുകൊണ്ട് തന്നെ ഇത് ഭയങ്കര സീക്രട്ട് ആയിട്ടുള്ളൊരു ട്രീ അവരെ സംബന്ധിച്ചിടത്തോളം. അത് നന്നായിട്ട് വെൽ പ്രിസർവ്ഡും ആണ്. അതിൻ്റെ ചോട്ടിൽ അവർ ബുദ്ധയുടെ സ്റ്റാച്യൂസൊക്കെ വെച്ചിട്ട് പ്രാർത്ഥിക്കുന്നൊരു സ്ഥലമാണ് അത്. ദിസ് ഇസ് വൺ പില്ലർ പഗോദ. ഹാനോയുടെ ഒരു ഐക്കോണിക് ലാൻഡ്മാർക്കാണ് ഈ വൺ പില്ലർ പഗോദ. വൺ പില്ലർ പഗോദ എന്ന് പേര് വരാൻ കാരണം ഫുൾ സ്ട്രക്ചർ ഒരു സിംഗിൾ പില്ലറിന് മുകളിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഈ ടെമ്പിൾ ഇരിക്കുന്നത് ഒരു ചെറിയൊരു കുളത്തിൻ്റെ ഉള്ളിലായിട്ടാണ്, റിസംപ്ലിങ് എ ലോട്ടസ് ഫ്ലവർ ഇൻ എ പോണ്ട്. അതായത് ബുദ്ധിസത്തിൽ ലോട്ടസ് ഫ്ലവർ ഇസ് കൺസിഡർ ആസ് എ സീക്രട്ട് ഫ്ലവർ ആൻഡ് ഇറ്റ് സിംബലൈസസ് പ്യൂരിറ്റി, എൻലൈറ്റ്മെൻറ്റ് ആൻഡ് സ്പിരിച്വൽ അവേക്കനിങ്. അതുകൊണ്ട് തന്നെ ഇവിടെയുള്ള എല്ലാ ബുദ്ധിസ്റ്റ് ടെമ്പിൾസിൻ്റെയും സ്ട്രക്ചറൽ ഡിസൈൻസിൽ കുറേ സ്ഥലത്ത്, പല സ്ഥലത്ത്, അതിൻ്റെ മതിലാണെങ്കിലും അതിൻ്റെ കംപ്ലീറ്റ് ഡിസൈനിലാണെങ്കിലും ഒക്കെ ലോട്ടസ് ഫ്ലവേഴ്സിൻ്റെ ഡിസൈൻസ് കാണാം. അതുപോലെ തന്നെ ബാക്കിയുള്ള പഗോദാസിൽ നിന്ന് ഇതിന് സ്ലൈറ്റ്ലി ഡിഫറെൻ്റ് ആയിട്ടെന്നുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ പഗോദയിൽ അവർ വേർഷിപ്പ് ചെയ്യുന്നത് ബുദ്ധിസ്റ്റ് ഗോഡസിനെയാണ്. ബുദ്ധിസ്റ്റ് ഗോഡസ് നോൺ ആസ് അവലോകിതേശ്വര. ഇവിടുത്തെ ടെമ്പിൾസിനൊക്കെ ഒരുപാട് കൾച്ചറൽ, ഹിസ്റ്റോറിക്കൽ ആൻഡ് ഈവൻ പൊളിറ്റിക്കൽ സിഗ്നിഫിക്കൻസ് ആൻഡ് ഇൻഫ്ലുവൻസസ് ഉണ്ട്. അതായത് ഇവർ പല ടെമ്പിൾസിലും ഇവരുടെ പണ്ടത്തെ ഹിസ്റ്റോറിക്കൽ ഹീറോയിക് ഫിഗേഴ്സ് അല്ലെങ്കിൽ പൊളിറ്റിക്കൽ ഹീറോസ്, പൊളിറ്റിക്കൽ റിഫോമേഴ്സ്, ഈവൻ വലിയ ആർട്ടിസ്റ്റുകൾ അവരൊക്കെ ഓണർ ചെയ്യുന്നുണ്ട് ടെമ്പിൾസിൽ. 15th centuryയിലാണ് ഈ കമ്മ്യൂണൽ ഹൗസ് ഉണ്ടാക്കിയിരിക്കുന്നത്. ആൻഡ് അവരവിടെ ഓണർ ചെയ്യുന്നത് ഫാദർ ഓഫ് ആർട്സ് ആൻഡ് ക്രാഫ്റ്റ്സ്, ഹാനോയുടെ ആർട്സ് ആൻഡ് ക്രാഫ്റ്റിൻ്റെ ഫാദർ എന്നറിയപ്പെടുന്ന ആളെയാണ്.
ലീ ഡൈനാസ്റ്റിൻ്റെ പീരീഡിൽ ഉണ്ടാക്കിയ ഒരു പഗോദയാണിത്. ലീ ഡൈനാസ്റ്റി ഈസ് കൺസിഡേർഡ് ആസ് എ ഗോൾഡൻ പീരീഡ് ഫോർ ബുദ്ധിസം ഇൻ വിയറ്റ്നാം. ആ സമയത്ത് ഒരുപാട് ബുദ്ധിസ്റ്റ് പഗോദാസ് ഓൾ ഓവർ ദ വിയറ്റ്നാം ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ പഗോദയിൽ എലോങ് വിത്ത് ബുദ്ധ ഇവരുടെ ഒരു പൊളിറ്റിക്കൽ മാസ്റ്റർ മൈൻഡ് എന്നൊക്കെ പറയുന്ന ഒരു ഗ്രാൻഡ് ചാൻസലർ, ഒരുപാട് വർഷം മുമ്പുണ്ടായിരുന്ന ഒരു പൊളിറ്റീഷ്യനെ ഓണർ ചെയ്യുന്നുണ്ട്. ആ പൊളിറ്റീഷ്യൻ്റെ വൈഫിനെയും ഓണർ ചെയ്യുന്നുണ്ട്. വേറൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം എനിക്ക് തോന്നി എന്താണെന്ന് വെച്ചാൽ, ഹാനോയിലെ ടെമ്പിൾസിൻ്റെ ആർക്കിടെക്ചറും നമ്മുടെ നാട്ടിലെ, അതായത് കേരളത്തിൽ അല്ലെങ്കിൽ ജനറലി സൗത്ത് ഇന്ത്യൻ ആർക്കിടെക്ചറുമായി നോക്കുമ്പം ഒരുപാട് സിമിലാരിറ്റീസ് ഉണ്ട്. അതിപ്പം റൂഫിൻ്റെ ഡിസൈൻ ആണെങ്കിലും ഫ്ലോറിംഗ് ആണെങ്കിലും വാതിലുകളുടെ ഡിസൈന്, ഈവൻ ജനൽ അഴികളുടെ ഡിസൈൻസ് വരെ നോക്കുമ്പം നമ്മുടെ ട്രഡീഷണൽ ഡിസൈൻസുമായിട്ട് ഒരുപാട് സിമിലാരിറ്റീസ് കാണാം. ദിസ് ഈസ് യെറ്റ് അനദർ ഇൻട്രസ്റ്റിംഗ് ടെമ്പിൾ. ഇത് നമ്മുടെ നാട്ടിലെ കാവൊക്കെ പോലെ റിസംബിൾ ചെയ്യുന്നൊരു ടെമ്പിളായത്. ഈ പറയുന്നത് പോലെ ലേക്കിൻ്റെ നടുക്കായിട്ടൊരു കുറേ മാംഗ്രൂവ്സൊക്കെ ചുറ്റും വെച്ചിട്ട് അതിൻ്റെ നടുക്കായിട്ടൊരു സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നൊരു ടെമ്പിളായത്. അവിടെ കുറച്ച് നേരം നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ബേർഡ്സിൻ്റെ സൗണ്ട്സൊക്കെ കേൾക്കാം. അതുപോലെ തന്നെ കുറേ ബേർഡ്സ് അങ്ങനെ വന്ന് പോകുന്നതൊക്കെ കാണാം. ഈ ടെമ്പിളിൽ അവർ വർഷിപ്പ് ചെയ്യുന്നത് അവരുടെ വാട്ടർ ഗോഡ് ആൻഡ് ഡ്രാഗൺ കിങ്ങിന് വേണ്ടിയിട്ടുള്ളതാണ്. അതായത് അവരുടെ ലേക്ക് എക്കോസിസ്റ്റം, മഴ, വെള്ളം, അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളെയും പ്രൊട്ടക്റ്റ് ചെയ്യുന്നതും ഗവേൺ ചെയ്യുന്നതുമായ വാട്ടർ ഗോഡിന് വേണ്ടിയിട്ടുള്ളതാണ് ഈ ടെമ്പിൾ. ഞാൻ അവിടെ ചെല്ലുന്ന സമയത്ത് അവിടെ ഒരു പ്രയർ സെറിമണി നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവരെന്നോടും ജോയിൻ ചെയ്യാൻ പറഞ്ഞതുകൊണ്ട് ഞാനും അതിൻ്റെ ഉള്ളിൽ കയറി ജോയിൻ ചെയ്തു. നല്ല രസമുണ്ടായിരുന്നു അത് കാണാനായിട്ട്. Tấm thân vững bền độ cho tế thứ xuân lá.
hương phù đệ tử khang ninh thọ trường thiên sang đầu năm chi cuối gần tài nghề là buồn đua còn lòng quan qua áo tự dựng nên thăm châu áo tự dựng nên hướng quan hoàng tử chưa thế danh gầy hương phù đệ tử chân sinh